അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയായ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് കണ്ടു നോക്കാം. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മസാല പുരട്ടി വെച്ചിരുന്നു. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത ചെമ്മീൻ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3 സവാള അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇതിലേക്ക് 2 തക്കാളി കഷ്ണങ്ങളാക്കിയതും കുറച്ച് വേപ്പിലയും ഇട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇവയെല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം പൊടികളായി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം കൂടി നന്നായി ചേർത്ത് ഇളക്കുക. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അല്പസമയം മൂടി വെച്ച് എണ്ണ തെളിയുന്നത് വരെ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.